ഇന്ന് ലൗഡ് സ്പീക്കറിലെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പരുമലയിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രാകേഷ് ആർ ആണ്. സാർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഭാഗം അത് പലർക്കും കേൾക്കുമ്പം, അതായത് ഇപ്പം പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും. സാധാരണ ന്യൂറോളജിസ്റ്റ് എന്നും കേട്ടിട്ടുണ്ട്, പീഡിയാട്രിക് എന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടോട് ചേർന്ന് അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ ഡോക്ടർ? അതെ. അപ്പം എന്താണ് ഈ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ? പീഡിയാട്രിക് ന്യൂറോളജി പറഞ്ഞ പോലെ താരതമ്യേന പുതിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ്. അപ്പോൾ എല്ലാവരും പീഡിയാട്രിക്സ് എന്ന വിഭാഗം കേട്ട് പരിചയമുണ്ടാവും. അതായത് ശിശുക്കളെ നോക്കുന്ന സ്പെഷ്യാലിറ്റി വിഭാഗമാണ് പീഡിയാട്രിക്സ്. അതേപോലെ ന്യൂറോ സംബന്ധമായിട്ടുള്ള, അതായത് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഡീൽ ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോളജി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുട്ടികളിലെ ന്യൂറോളജി സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ രോഗനിർണയം നടത്തുകയും അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് പീഡിയാട്രിക് ന്യൂറോളജി. ഈ പറഞ്ഞ പോലെ തന്നെ താരതമ്യേന ഒരു പുതിയ വിഭാഗമാണ്. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു ഡോക്ടർ തന്നെ, ഒരു MBBS ഡോക്ടർ തന്നെ ആയിരിക്കും എല്ലാത്തരം രോഗങ്ങളും ചികിത്സിക്കുക. ഇപ്പോൾ ഒരുപാട് മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്പെഷ്യാലിറ്റീസിനും അതിൻ്റെ സബ് സ്പെഷ്യാലിറ്റീസും സൂപ്പർ സ്പെഷ്യാലിറ്റിയുമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് മെഡിക്കൽ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പീഡിയാട്രിക് സ്പെഷ്യാലിറ്റിയുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നൊരു വിഭാഗമാണ് പീഡിയാട്രിക് ന്യൂറോളജി. ഇപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പീഡിയാട്രിക് ന്യൂറോളജി സർവീസസ് ലഭ്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. ഇപ്പോൾ പേരൻസ് തന്നെ നേരിട്ട് കുട്ടികൾക്ക് ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നേരിട്ട് പീഡിയാട്രിക് ന്യൂറോളജി അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഒപ്പം എത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ആസ്പെക്റ്റിൽ. ഓക്കെ ഡോക്ടർ, അപ്പം അത്രയും ഒരു ഡെവലപ്മെന്റ് പീഡിയാട്രിക് സെക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പം നമ്മൾ പീഡിയാട്രിക് സെക്ഷനിൽ തന്നെ ന്യൂറോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ തരം ന്യൂറോ സംബന്ധമായ അസുഖങ്ങളാണ് സാധാരണ കുട്ടികളിൽ കാണപ്പെടാറുള്ളത്? കുട്ടികളിൽ മുതിർന്ന ആൾക്കാരിൽ ഉള്ളതിന് പോലെ കുറച്ച് അസുഖങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം അസുഖങ്ങളും കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ പീഡിയാട്രിക് ന്യൂറോളജിയിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം തലവേദനകൾ. അതായത് മുതിർന്നവരിൽ കാണുന്ന പോലെ തന്നെ കുട്ടികളിലും തലവേദനകൾ വരാം. അത് മൈഗ്രെയിൻ പോലെയുള്ള വലിയ മുതിർന്നവരിൽ കാണുന്ന തലവേദനകൾ കുട്ടികളിലും സാധാരണമായിട്ട് കാണാം. അതേപോലെ സെർബ്രൽ പോൾസി, അതായത് ജനിക്കുമ്പോൾ കുഞ്ഞിന് തലച്ചോറിലേക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സെർബ്രൽ പോൾസി. സെർബ്രൽ പാൾസിയും അതിൻ്റെ പ്രശ്നങ്ങളും കുട്ടികളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. പിന്നെ ഈ കോവിഡിന് ശേഷം ഒരുപാട് കുട്ടികളിൽ, കോവിഡ് ടൈമിന് ശേഷം ഒരുപാട് കുട്ടികളിൽ ഓട്ടിസവും അതുപോലെ നമ്മൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം എന്നാണ് പറയുന്നത്, ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ, ബിഹേവിയറൽ പ്രശ്നങ്ങളൊക്കെ ധാരാളമായി കാണാറുണ്ട്. പിന്നെ ADHD എന്ന് പറയും, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അത് വളരെയധികം കേസുകൾ വരുന്നുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതലായി കുട്ടികൾ കണ്ടുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് എന്ന് പറയും. അപസ്മാരത്തിൻ്റെ പല ടൈപ്പുകളുണ്ട്. അത് നമ്മൾ പനി വന്നിട്ട് വരുന്ന ഒരു ഫെബ്രൽ സീഷർ, പനിയോടുകൂടി വരുന്ന ഫെബ്രൽ സീഷർ മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാൽ നിൽക്കാത്ത എപ്പിലെപ്സി സർജറിയൊക്കെ വേണ്ടി വരുന്ന കോംപ്ലിക്കേറ്റഡ് എപ്പിലെപ്സി മുതൽ ഒരു വലിയൊരു സ്പെക്ട്രം ഓഫ് അസുഖങ്ങളുണ്ട്. അപ്പോൾ അതുമൊക്കെ കുട്ടികളിൽ കൂടുതലായി കാണാറുണ്ട്. പിന്നെ വലിയ മുതിർന്നവരിൽ കാണുന്ന പോലെ തന്നെ തലച്ചോറിൻ്റെ ഇൻഫെക്ഷനുകൾ, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആവരണത്തിന് വരുന്ന ഇൻഫെക്ഷൻ ആയിട്ടുള്ള എൻസെഫലൈറ്റിസ്, അങ്ങനത്തുള്ള അസുഖങ്ങളൊക്കെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് പീഡിയാട്രിക് ന്യൂറോളജിയിൽ കാണുന്ന അസുഖങ്ങൾ. ഓക്കെ ഡോക്ടർ, ഡോക്ടർ പറഞ്ഞു കുട്ടികളിലും അപസ്മാരം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. നമ്മൾ മുതിർന്ന ആൾക്കാരിൽ അപസ്മാരം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം കുട്ടികളിൽ ഈ അപസ്മാരം ഉണ്ടാകുമ്പോൾ അത് മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണോ? അപസ്മാരത്തിന്റെ അടിസ്ഥാനപരമായുള്ള കാരണങ്ങളും അതിൻ്റെ രീതികളൊക്കെ മുതിർന്നവരിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷേ കുറേ അധികം വ്യത്യാസങ്ങൾ എന്നാൽ കുട്ടികൾക്ക് ഉള്ള അപസ്മാരത്തിൽ ഉണ്ട് താനും. പ്രത്യേകിച്ച് മുതിർന്നവരുടെ അപസ്മാരം ഉണ്ടാകുന്ന കാരണങ്ങളാവില്ല കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യസ്തമാകും. ഉദാഹരണത്തിന് ഒരു നവജാത ശിശുവിനാണ് അപസ്മാരം ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ ജനിച്ച സമയത്ത് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടോ ഷുഗർ കുറഞ്ഞതുകൊണ്ടോ കാൽസ്യം കുറഞ്ഞുകൊണ്ടോ ഒക്കെ ആവാം. അപ്പോൾ അതിൻ്റെ കാരണത്തിൽ ഒരു വ്യത്യാസം വരാം പ്രായത്തിനനുസരിച്ച്. കുറച്ചുകൂടെ വലിയ കുട്ടികളാകുമ്പോൾ, അതായത് മുട്ടിലെഴുതുന്ന പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ അവരുടെ കാരണങ്ങൾ കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് മുതിർന്നവരിൽ നിന്നും കാരണങ്ങൾ വ്യത്യാസമാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ചികിത്സയിലും നമ്മൾ ഏത് മരുന്നാണോ സെലക്ട് ചെയ്യുന്നത് അത് ആ കുഞ്ഞിൻ്റെ പഠന സംബന്ധമായ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ ഒരു ഫിക്സഡ് ഡോസ് ആയിരിക്കും. അപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു പ്രത്യേക ഡോസ് ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല, അവരുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ അത് കറക്റ്റായിട്ടുള്ള ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും കുട്ടികളുടെ അപസ്മാരവും മുതിർന്നവരുടെ അപസ്മാരത്തിൻ്റെ ചികിത്സയും അതിൻ്റെ രോഗനിർണയവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ജനിതകമായിട്ടുള്ള അപസ്മാരങ്ങൾ. അത് കൂടുതലായിട്ടും കുട്ടികളിലാണല്ലോ ആദ്യം ജനിതകമായിട്ടുള്ള അപസ്മാരങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല അപസ്മാരത്തിന്റെ കാരണങ്ങളും കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് കുറെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും അതിന്റെ ചികിത്സയിൽ ധാരാളം വ്യത്യാസങ്ങളും ഉണ്ട്. ഓക്കെ ഡോക്ടർ. അപ്പം നമ്മുടെ ലിസണേഴ്സിൻ്റെ എല്ലാ വീടുകളിൽ ചിലപ്പോൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും കുട്ടികളുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ന്യൂറോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ലിസണേഴ്സ് നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ഒരു ബ്രേക്കിന് ശേഷം.